പ്രിയപ്പെട്ട ആ ഒരു സത്യം കൂടെ പറയട്ടെ. പ്രിയപ്പെട്ട ആരാടി രണ്ട് കള്ളന്മാരെന്നറിയാം. നമ്മളെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള ആദമ്യ വർഗത്തിന്റെ മുഴുവൻ ആദമ്യ വർഗത്തിന്റെയും എന്താണ് അവരുടെ സകല, അതായത് ആദം മുതൽ ഇന്നേ വരെ ജനിച്ച സകല മനുഷ്യരുടെ പ്രതിനിധികളാണ് ഈ രണ്ട് കള്ളന്മാര്. അവരുടെ മധ്യത്തില് യേശുക്രിസ്തുവിനെ ക്രൂശിച്ചപ്പോൾ ഒരു കള്ളൻ പറഞ്ഞിടാ, നീ ദൈവപുത്രനാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കടാ. മറ്റേ കള്ളൻ എന്താണ് പ്രിയപ്പെട്ട, തന്നെത്താൻ താഴ്ത്തിയാല് ദൈവത്തിന്റെ വെളിപ്പാട് കെടുത്തുള്ളൂ. അതേ സ്വഭാവമുള്ള, അതേ കുറ്റം ചെയ്ത, അതേ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മറ്റേ കള്ളൻ അവനെ തന്നെ താഴ്ത്തി, ഞാൻ ഈ തെറ്റിന്, ഞാൻ ഈ കുറ്റത്തിന്, ഞാൻ ഈ ശിക്ഷ അനുഭവിക്കാൻ യോഗ്യനാണ്, ഞാൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് അനുഭവിക്കുന്നത്, അവനെ തന്നെ താഴ്ത്തിയുള്ളൂ. വെളിപ്പാട് അവിടെ നിന്നാണ് കിട്ടുന്നത്. അവന്റെ ചാരത്ത് കിടക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് അവന് കണ്ണുകളെ ഓർത്തുവാൻ ദൈവം അവന് കൃപ കൊടുത്തു. എന്നാണ് തന്നെത്താൻ താഴ്ചയല്ലാതെ നമുക്ക് വെളിപ്പാട് കിട്ടത്തില്ല. ബൈബിൾ ഇത്രയും വായിച്ചല്ലോ, അതിൽ ഡോക്ടറേറ്റ് എഴുതല്ലോ, നിനക്ക് ഒരു പ്രയോജനമില്ല. പ്രിയപ്പെട്ട, ഹൃദയത്തെ താഴ്ത്തി ഞാനൊരു പാപിയാണ്, എനിക്കിന്നൊരു മോചനം വേണം, ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിക്കുന്ന ഒരു ഹൃദയത്തോടെ വചനം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വെളിപ്പാട് കിട്ടും. എന്നാൽ നോക്ക് പിന്നെ ആ ഇരു കള്ളന്മാരുടെ മധ്യ യേശുക്രിസ്തു മരിക്കുമ്പോൾ നോക്ക് പിന്നെ ഈ പട്ടണത്തിന്റെ, ഈ ഗ്രാമത്തിന്റെ നടുവിൽ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഈ രണ്ട് കള്ളന്മാരെ പോലെ അനേക പാപികൾ എന്റെ ചുറ്റുമുണ്ട്. അതിലൊരു വിഭാഗം പറയാനുള്ള ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല, ഇവരെയൊക്കെ തല്ലിക്കൊല്ലണം. മറ്റൊരു ജാതി പറയാണ്, ഇവൻ പറഞ്ഞത് സത്യമാണ്, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഭയങ്കരമാണല്ലോ, ഇത് ഞാൻ അംഗീകരിക്കുമെന്ന് പറയുന്ന മറ്റൊരു ജനം, അവർക്ക് ദൈവം വെളിപ്പാട് കൊടുത്തുകൊണ്ട് രക്ഷ അവർക്ക് ദൈവം നൽകി കൊടുക്കും. എന്നാൽ ആ യേശുക്രിസ്തു രണ്ട് കള്ളന്മാരുടെ നടുവിൽ മരിക്കുമ്പോൾ അതിലൊരു കള്ളൻ നശിച്ചുപോയി, ഒരു കള്ളൻ രക്ഷപ്പെട്ടതിന്റെ കാരണം എന്താണെന്നറിയാമോ? ദൈവം പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ആ ഒരു കള്ളൻ തന്നെത്താൻ താഴ്ത്തിയത് വഴി ദൈവത്തിന് അവന് കൃപ കൊടുത്തതേ ഉള്ളൂ.